ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചാളക്കറിയാണ്. ചാള നന്നായിട്ട് വെട്ടി കഴുകി എടുത്തിട്ടുണ്ട്. നമ്മൾ ചാള ഇന്ന് മാങ്ങയൊക്കെ ഇട്ട് വെക്കുന്ന ഒരു കറിയാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതാ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു മാങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, പിന്നെ ഇതിന് വേണ്ടി അരപ്പിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 3 ചെറിയ ഉള്ളി, അരമുറി തേങ്ങ, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നന്നായി അരച്ചെടുത്ത അരപ്പ് നമ്മൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇതിന് വേണ്ടുന്ന ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പിട്ടതിന് ശേഷം ഇനി ഇതിലേക്ക് കറക്റ്റ് ആവശ്യത്തിനുള്ള കറിക്ക് ആവശ്യത്തിന് ഉള്ള വെള്ളവും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ നമുക്കിതിലേക്ക് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇത് കറി നന്നായി തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഇത് ഇവിടെ നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നന്നായി തിളച്ച് മീനൊക്കെ വെന്ത് ചാറൊന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായി തിളച്ച് കറി മീനൊക്കെ വെന്ത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ തിളച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉള്ളി മൂപ്പിച്ചിടാം. ചെറിയ ഉള്ളിയും കറിവേപ്പിലയും മാത്രമാണ് മൂപ്പിച്ചിടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് മാങ്ങയിട്ട കറി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.